ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നത്. എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മോൻ്റെ പിറന്നാളായിരുന്നു. അന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന്. പിന്നെ ഞാൻ ഇതിലൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുണ്ടെന്നൊക്കെ കമൻ്റ് അയക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുണ്ടെന്ന് മാത്രമല്ല, നമ്മൾ വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിലും അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എനിക്കും അത് ഒരുപാട് യൂസ്ഫുള്ളാവും. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ല, അപ്പം ഞാൻ ബിരിയാണി അതുപോലെ തന്നെ ഒരു പുഡിങ് പോലെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ രാവിലെ പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്തായാലും മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. പിന്നെ ഞാൻ ഒരു കേക്കൊക്കെ വാങ്ങിച്ചു. അപ്പോൾ മോനെ ഇതൊന്നും അറിയിക്കേണ്ട, സർപ്രൈസായിട്ട് കേക്ക് വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സർപ്രൈസൊക്കെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കേക്ക് വേഗം ഒളിപ്പിച്ച് വെച്ചു കേട്ടോ. അപ്പം ഞാനും രണ്ടാമത്തെ ആളും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അവനാണ് എനിക്ക് ആദ്യത്തെ ഭാഗങ്ങളൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്ത് തന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിച്ചു. അതുപോലെ തന്നെ നമ്മൾ മറ്റേതില്ലേ, അരിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പുഡിങ്ങിന് വേണ്ട സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കയ്യിൽ നിറച്ച് സാധനങ്ങളല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചു വന്നു. ഇനി നമുക്ക് എല്ലാതും ഓരോ ഭാഗത്തേക്കുള്ളത് ഒതുക്കി വെക്കണം കേട്ടോ, എന്നാലേ നമ്മളെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആവുള്ളൂ. പിന്നെ നമുക്ക് അരിയും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കാൻ എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാതും ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോഴേക്കും നേരം 11 മണിക്ക് ഉണ്ട് കേട്ടോ. ഞാൻ 9:30 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് പോയത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ 11 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഞാൻ ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ലിറ്റർ പാല് വെച്ചിട്ട് ഒരു കുഞ്ഞൊരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കോഫി പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കണത്. അത് പുഡിങ്ങായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലല്ല, നമ്മളൊരു ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കില്ലേ, ഒരു കുറച്ച് ലൂസനായിട്ടുള്ള അതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ, തണുപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി. അപ്പോൾ ഡിസേർട്ട് തന്നെ ആദ്യം തന്നെ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായിട്ട് തണുത്ത് കിട്ടേണ്ടത്. അത് കാരണം ഫസ്റ്റ് തന്നെ അതിൻ്റെ പണി നോക്കി. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണവൊക്കെ വിട്ട് മാറില്ലേ. അപ്പോൾ ഞാൻ മിക്കതും ചിക്കൻ വാങ്ങുക അതുപോലെയാണ് കേട്ടോ, ഫുള്ളായിട്ടുള്ള ചിക്കനാണ് വാങ്ങുക. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുത്തൂടെ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വലിയ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ചിക്കനൊക്കെ കഴുകിയെടുക്കുമ്പോഴേക്കും നമ്മുടെ പുഡിങ് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോഫിയുടെ പുഡിങ് അല്ല, കസ്റ്റാർഡ് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. കോഫി ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവുന്ന ഒരു പുഡിങ്ങാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി ഇതിൽ ഷെയർ ചെയ്തിട്ടില്ല, നല്ല ലെങ്തി ആയി പോവും, അതുകൊണ്ടാണ് ഷെയർ ചെയ്യാഞ്ഞത്. ഇനി നമ്മൾക്ക് ബിരിയാണിക്കുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഞാൻ മിക്കതും മക്കളുടെ പിറന്നാളിന് ബിരിയാണി തന്നെയാണ് വെച്ച് കൊടുക്കാറുള്ളത്. അവർക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ വെച്ചിട്ടുള്ള എന്ത് ഐറ്റംസ്, ബിരിയാണി എന്നല്ല കേട്ടോ, എന്ത് ഐറ്റംസും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തലേദിവസം തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ എല്ലാ ഐറ്റംസും ഇല്ലാത്ത കാരണം ഞാൻ ഇന്ന് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിനിമം ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 2 കിലോ ചിക്കനുള്ള അളവാണ് പറയണത് കേട്ടോ. അപ്പോൾ 7 ഏലക്കായ, 7 ഗ്രാമ്പു, ഒരു വലിയ കഷ്ണം പട്ട, പിന്നെ നമ്മൾ 1.5 ടീസ്പൂണ് ജീരകം, നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കണത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഷാജീരകം, അതും കൂടി വേണം കേട്ടോ. പിന്നെ നമ്മൾ 1.5 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം. ഞാനത് ഡയറക്റ്റ് മിക്സിയുടെ ബൗളിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടിയിട്ട് അടിച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ്. അതൊരു വലിയ 5 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ.
പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി 1 ടീസ്പൂണ് 2 ടീസ്പൂണ് നല്ല മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 ടീസ്പൂൺ ഉണ്ടായിരിക്കും, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു കൈ നിറച്ച് മല്ലിയിലയും പിന്നെ അതിൻ്റെ പകുതി നമ്മൾ എത്രയാണോ മല്ലിയില എടുക്കണത് അതിൻ്റെ പകുതി പുതിനയുടെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ബൗൾ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. അപ്പോൾ തൈരൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ തലേദിവസം ഇതൊക്കെ ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് സവോള വറുത്തെടുത്തത് വേണം കേട്ടോ. അപ്പോൾ അതൊരു 4 സവോള അല്ലേ, അത് വറുത്തെടുക്കണം. പിന്നെ നമുക്ക് ഒന്ന് ദമ്മിടുമ്പോഴേക്കും സവോള വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ ഈ ഗ്യാപ്പിൽ വറുത്തെടുക്കുകയാണ്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോൻ്റെ പാക്കറ്റ് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 3/4 കിലോ വേണമെങ്കിൽ കുറച്ചും കൂടിയും എരിവും മസാലയൊക്കെ കൂടുതൽ വേണമെന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ 1 കിലോ എടുക്കേണ്ട, ഒരു 3/4 കിലോൻ്റെ അത്രയ്ക്ക് അളവിലെടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു ഫുൾ പാക്കറ്റ് റൈസ് എടുക്കുന്നുണ്ട്. റൈസ് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ്. കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് അടുപ്പത്ത് വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ. അരി വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് അളവില്ല, നമ്മൾ അരി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഞാൻ ഒരു 6-7 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമ്പൂ ഒരു 5-6 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബേ ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇനി നമ്മൾ ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിലാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് സാധാ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചട്ടി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്ടിയിൽ വെച്ച് കൊടുക്കണമെന്നുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് 4 സവോള ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ ആക്കിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടെന്ന്, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവോള, അത് 4 ഒരു ഇടത്തരം 4 സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ പാത്രം കഴുകിയിട്ട് തന്നെ കുറച്ച് വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം. അപ്പോൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കുക. ഇനി ചിക്കൻ ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്കിതുപോലെ തുറന്ന് വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് തിള വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അടച്ചു വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വെള്ളം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിൽ വെള്ളത്തിൽ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ അരിയും കൂടി ഇടുമ്പോൾ അത് ശരിക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ ഒന്നുകൂടി ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മൺചട്ടിയിൽ വെച്ചുള്ള അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊന്ന് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതൊന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ദമ്മിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതേ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ചാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേവി പോലെ വേണം. അപ്പോൾ ഇനി നമുക്ക് 5 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് വേവിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഞാൻ അവിടെ ദം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലേക്കാണ് ദം ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 കയ്യിൽ നമ്മൾ ഗ്രേവി ഇല്ലേ, ചിക്കനിലത്തെ ഗ്രേവി അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ട് പരത്തി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പുതിനയില അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞെടുത്തതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ദമ്മയിലൊക്കെ നമ്മൾ സാധാരണ ദമ്മ ചെയ്യണ പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തത് അതുപോലെ തന്നെ മുന്തിരി വറുത്തത് അതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ സവോള വറുത്തതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് നെയ്യും കൂടിയിട്ട് ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക്
റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ അതിലത്തെ നമുക്ക് പട്ടയോ അങ്ങനെ ഗ്രാമ്പൊക്കെ കിട്ടുകയെന്ന് വെച്ചെങ്കിൽ നമുക്കത് അപ്പം തന്നെ എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ബേ ലീഫ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ എടുത്ത് മാറ്റി കൊടുക്കുകയാണ്. ചിലപ്പോൾ അത് കുട്ടികളൊക്കെ ആകുമ്പോൾ അത് എടുത്ത് കളയാനും ഇതൊക്കെ പാടല്ലേ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇല്ലേ അതും കുറച്ച് ഗ്രേവിയും കൂടിയിട്ട് അതാണ് ഇട്ട് കൊടുക്കണത്. പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മളെ മല്ലിയില പുതിനയില അങ്ങനത്തെ സാധനങ്ങൾ സാധാ ദമ്മയില്ലേ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ ലെയർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് ഈ ഗ്രേവി മൊത്തം ബാക്കിയുള്ള ഗ്രേവി മൊത്തം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഗ്രേവിയിൽ നമ്മളെ ചിക്കൻ്റെ ഫ്ലേവർ അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില പുതിനയില എല്ലാതും കൂടിയുള്ളതല്ലേ അതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ റൈസിലേക്ക് ഇറങ്ങി എല്ലാ റൈസിലും ഇങ്ങനെ പിടിച്ച് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ള് ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ലെയറും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വിസിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് അതിൻ്റെ ദം ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു. അതൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി വരുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹൈദരാബാദി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും നേരം കുറച്ചായി 2:30-2:45 ആയിട്ടോ. അപ്പോൾ നേരം കുറച്ച് വൈകി. അപ്പോഴേക്കും മക്കൾക്കൊക്കെ വിശന്ന് തുടങ്ങി. പിന്നെ ഇന്ന് ബിരിയാണി അല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വിശപ്പ് കൂടും ചെയ്യും. അപ്പോൾ ഞാൻ അതൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. നേരെ അത്ര വൈകിയ കാരണം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് സർപ്രൈസാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ സർപ്രൈസൊക്കെ പൊളിഞ്ഞു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെ അനിയൻ്റെ ബർത്ത്ഡേയും സെയിം ഡേറ്റിന് തന്നെയായിരുന്നു. ഡേറ്റ് അല്ല അവൻ്റെ നാളും ഇവിടെ പൊന്നൂൻ്റെ ബർത്ത്ഡേ ഡേറ്റും. അപ്പോൾ അങ്ങനെ നാട്ടിലും ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, അതായത് ബർത്ത്ഡേ ഇല്ലാത്ത മോനോട് പറഞ്ഞു, ചേട്ടന് സർപ്രൈസ് കൊടുക്കുക, അവൻ്റെ ബർത്ത്ഡേ ഒന്നും പറയണ്ട, നീ വിഷ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബർത്ത്ഡേയുടെ തലേ ദിവസം അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞു, സനീഷിൻ്റെ ബർത്ത്ഡേ ആണ്, അനിയൻ്റെ ബർത്ത്ഡേ ആണ്, നാളെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ആഘോഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ വന്നിട്ട് പൊന്നൂൻ്റെ അടുത്ത് വന്നിട്ട് പിറന്നാളുകാരൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് പറയും, നാളെ പാപ്പൻ്റെ ബർത്ത്ഡേ അത്ര, അവർ നല്ല ആഘോഷമൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയാട്ടോ. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ ഓർമ്മയില്ലാത്ത പോലെ ഞാൻ ഇങ്ങനെ വെറുതെ അവിടെ നിന്ന് ആക്ട് ചെയ്തതാണ്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ വന്നിട്ട് പറയാണ്, നാളെ പാപ്പൻ്റെ മാത്രമല്ല ചേട്ടൻ്റെയും ബർത്ത്ഡേ കൂടിയിട്ടാണ് നാളെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ആ പ്ലാനിങ് പൊളിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ചേട്ടന് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന്, അത് ചേട്ടന് വിഷമാവില്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും പൊന്നു ബർത്ത്ഡേ എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കേണ്ട കേക്കൊന്നും വാങ്ങലില്ലടാ, നമുക്ക് വെറുതെ സിമ്പിളായിട്ട് ആഘോഷിക്കുക, അങ്ങനെ ബിരിയാണിയൊക്കെ തിന്നിട്ട് ചെറിയ രീതിയിൽ ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്ന് പിറന്നാളിൻ്റെ ദിവസമായപ്പോൾ ഞാൻ കാലത്ത് പോയിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഞാനും മോനും കൂടിയിട്ട് പോയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചോടുന്ന് ഫ്രിഡ്ജ് കൊടുന്ന് വെച്ചു. അപ്പോൾ അവൻ പഠിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയുന്നത്, ഞങ്ങൾ കേക്കൊന്നും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അവൻ വാങ്ങിച്ചില്ല എന്നാണ് പറഞ്ഞത്, കേക്കൊന്നും മുറിക്കില്ല അങ്ങനെ പറഞ്ഞു. പക്ഷേ ഞാൻ കേക്ക് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇവൻ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനൊന്ന് രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ആ നോട്ടം കണ്ടപ്പോൾ തന്നെ മറ്റാൾക്ക് മനസ്സിലായി കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലുണ്ട് കേക്ക് എന്ന്. അപ്പോൾ അവൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാരണം തന്നെ എല്ലാതും പൊളിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേയുടെ സർപ്രൈസൊക്കെ കൊള്ളായി. നമ്മൾ ആകെ ഒരു കേക്കാണ് കേട്ടോ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, അതും ചീറ്റിപ്പോയി. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയത് അതൊക്കെ സെർവ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം അടുത്തുള്ള കൂട്ടുകാരെയൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ആരും വിളിച്ചില്ല. നമ്മൾ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട്, അവിടുത്തെ കുട്ടികളെ മാത്രമാണ് നമ്മൾ ഇന്ന് വിളിച്ചത്. അപ്പോൾ അവർ 2 പേരുണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുണ്ടായിരുന്നു. പിന്നെ ചേട്ടനാണെങ്കിൽ അന്ന് ഗോവയിൽ ഇലക്ഷൻ നടക്കില്ല, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയി. അപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസവും, അപ്പോൾ എന്തായാലും പിറന്നാളിൻ്റെ ആ ദിവസം കഴിയില്ല. അത് കാരണം കേക്ക് ഞങ്ങൾ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.